നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അവളെ ഇതുവരെ ഈ പേരും പറഞ്ഞ് ഒരു തരത്തിലും നോവിക്കാതെ എല്ലാം ഉള്ളിലൊതുക്കി അച്ഛനൊപ്പം അവൻ ജീവിച്ചില്ലേ? വേറെ ആര് ചെയ്യും അത്? ഒരു സ്ത്രീ എന്ന നിലയിൽ അവൾക്കതിനപ്പുറം വേറെ എന്ത് ഭാഗ്യമാണ് ഈശ്വരൻ കൊടുക്കേണ്ടത്? എല്ലാം കൊണ്ടും ഭാഗ്യവതി അച്ചു. അതുകൊണ്ട് തന്നെ ഒരമ്മയാവണമെന്നുള്ള ഭാഗ്യവും ഈശ്വരൻ അവൾക്ക് കൊടുക്കും. എനിക്കത് ഉറപ്പാ. ഹലോ, അർച്ചനയുടെ കണ്ടീഷൻ ഇപ്പൊ എങ്ങനെയുണ്ട് സച്ചി? ഇപ്പോ ബെറ്റർ ആണ് ഡോക്ടർ. ഉടനെ തന്നെ സച്ചി മറ്റു ട്രീറ്റ്മെന്റ് കാര്യം അർച്ചനയോട് പറയണം. ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്താൽ ഉറപ്പായി റിസൾട്ട് ഉണ്ടാവുമെന്ന് പറഞ്ഞ് മനസ്സിലാക്കുകയും വേണം. ഞാൻ അക്കാര്യം ഡോക്ടറോട് പറയാതിരിക്കായിരുന്നു. അച്ഛൻ പറഞ്ഞിട്ട് ഞങ്ങളൊരു ഡോക്ടറിനെ ഇതിനോടകം കണ്ട് ട്രീറ്റ്മെന്റിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. അദ്ദേഹം 6 മാസത്തിനകം എല്ലാം ശരിയാക്കാന്നും നാളെ തന്നെ അർച്ചനയ്ക്കൊരു സർജറി നടത്താമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സന്ധ്യ ഡോക്ടറോട് അച്ഛൻ ഇപ്പോഴും ചെറിയൊരു ദേഷ്യമുണ്ടെന്ന് തോന്നിയതുകൊണ്ടാ അച്ഛൻ പറഞ്ഞപ്പോ തന്നെ അങ്ങോട്ട് പോയത്. അതല്ല, സർജറി വേണമെന്ന് പറഞ്ഞോ? ഏത് ഡോക്ടറാണ് പറഞ്ഞത്? അഹമ്മദ് കബീർ എന്നാ ഡോക്ടറുടെ പേര് പറഞ്ഞത്. അഹമ്മദ് കബീർ? ആ അതെ, അങ്ങനെ തന്നെ ഡോക്ടറുടെ പേര്. ഇതുപോലുള്ള പല ആളുകളെയും ആ ഡോക്ടർ ചികിത്സിച്ച് ഫലം കണ്ടിട്ടുണ്ടെന്നാ പറയുന്നേ. ആ ഡോക്ടറെ കണ്ടപ്പോ മുതല് അർച്ചന വലിയ പ്രതീക്ഷയില. ഇപ്പോഴാ എനിക്ക് സമാധാനമായത്. ഈ പറയുന്ന അഹമ്മദ് കബീറിനെ കുറിച്ച് കൂടുതലായി ഒന്ന് അന്വേഷിക്കണം. ഞാൻ ആ പേര് എവിടെ കേട്ടിട്ടുള്ളത് പോലെ. എന്താ ഡോക്ടർ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഏയ്, കുഴപ്പമൊന്നുമില്ല. എങ്കിലും ഒന്ന് അന്വേഷിക്കാൻ പറഞ്ഞേ ഉള്ളൂ. വല്ലാത്ത കാലവും വല്ലാത്ത ആൾക്കാരും അല്ലേ, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും ആ ഡോക്ടർ ഉറപ്പ് പറഞ്ഞതല്ലേ, ട്രീറ്റ്മെന്റ് മുടക്കണ്ട. ആ ശരി ഡോക്ടർ. ഡോക്ടർ അഹമ്മദ് കബീർ, ഞാൻ എവിടെയോ ഇത്രയും നേരം ഒരേ കരച്ചിലായിരുന്നു. ഇനി എത്ര ദിവസം കൂടി മരുന്ന് കൊടുക്കേണ്ടി വരും? 4 ദിവസത്തെ കാര്യം കൂടെ ഉള്ളൂ എന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. വേണ്ടായിരുന്നു. എനിക്കെന്തോ ഭയം തോന്നുക.
അച്ചു, ഞാൻ സമയമാകുമ്പോ കുഞ്ഞിനെ കൊണ്ട് തരാം. ഏയ്, കുഴപ്പമൊന്നും ഉണ്ടാവില്ല മീരടുത്തി. ഇത്രയും ദിവസം ആരും അറിയാതെ നമ്മളിത് കൈകാര്യം ചെയ്തില്ലേ? അതുപോലെ ഇനിയുള്ള ദിവസവും ആരും അറിയാൻ പോകുന്നില്ല. അങ്ങനെയല്ല സന്ദീപേ. ആതിരയുടെ കാര്യം മാത്രമല്ല, അവന്തികടത്തി അറിഞ്ഞാലും പ്രശ്നമാണ്. അതുകൊണ്ട് കുഞ്ഞുറങ്ങിയ ശേഷം മീരടുത്ത് കൊണ്ടുപോട്ടെ. നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. സന്ദീപ് എവിടെ പോയി? മീരടുത്തി, കുഞ്ഞിനെ കൊണ്ട് വയ്ക്കോ. ഇനി 1 മണിക്കൂർ കഴിഞ്ഞിട്ട് മരുന്ന് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നാൽ മതി. ഇവിടെ എന്തൊക്കെയാ സന്ദീപ് നടക്കുന്നത്? എന്നെ ഉറക്കെ കിടത്തിട്ട് സന്ദീപ് എന്താ ഇവർക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കുവാണോ? ആതിരെ, ഒന്ന് പതുക്കെ. നീ ബഹളം ഉണ്ടാക്കി മറ്റുള്ളവരെ കൂടി ഉണർത്തല്ലേ? അറിയട്ടെ, എല്ലാവരും എല്ലാം അറിയട്ടെ. മീരടുത്തിയുടെ കയ്യിൽ ഞാൻ എന്റെ മോളെ തന്നത് മരുന്ന് കൊടുക്കാൻ വേണ്ടിട്ടാ. എന്നിട്ട് ഇതാണോ എടുത്ത് കാണിക്കുന്നത്? ആതിര ഇങ്ങനെ ദേഷ്യപ്പെടേണ്ട കാര്യമില്ല. അർച്ചന കുഞ്ഞിനെ എടുത്തൊന്നുമല്ലേ ഉള്ളൂ. ഏട്ടാ, ഏട്ടനോട് എനിക്കൊരു ദേഷ്യമില്ല. എന്റെ ദേഷ്യം മൊത്തം പറഞ്ഞ മനസ്സിലാവാത്തത് ഇവരോടാ. എന്റെ സന്ദീപിന്റെ സ്ഥാനത്ത് സച്ചേട്ടനും ഇവരുമാണെങ്കിൽ ഇങ്ങനെയൊക്കെ സമ്മതിക്കോ? നീ ഇവിടെ ഇങ്ങനെ പ്രസംഗിക്കാനും മാത്രം ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായേ? നിന്റെ കൊച്ചിനെ അർച്ചന എടുത്തൊന്നും വെച്ച് പൊള്ളിപ്പോവൊന്നുമില്ലല്ലോ. പൊള്ളുന്നതും പൊള്ളാത്തതൊന്നും അല്ല എന്റെ വിഷയം. എന്റെ മോളെ ഇവരെടുക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ഇഷ്ടമല്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.